ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലാക്റ്റിഫറസ് ടിഷ്യൂ ആണ്. എന്താണ് ലാക്റ്റിഫറസ് ടിഷ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതും ഇതുപോലെ 2 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലാക്റ്റിഫറസ് എന്ന് പറയുന്നത്, ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും ലാക്ടസ് സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഒരു ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയാം. ഈ ലാക്റ്റിഫറസ് ടിഷ്യൂ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ലാക്ടസിൻ്റെ കണ്ടക്ഷനും സെക്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ് ടിഷ്യൂസ്, ലിവിങ് സെൽസ് ഈ ഒരു ലാക്റ്റിഫറസ് ടിഷ്യൂവിൽ ഉണ്ട്. ഈ ലാക്ടസ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? ലാക്ടസ് എന്ന് പറയുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. അതൊന്നുകിൽ എമൽഷനോ അല്ലെങ്കിൽ സസ്പെൻഷനോ ആവും. എന്തിൻ്റെയൊക്കെ? പ്രോട്ടീന്, ഷുഗർ, എൻസൈം, ഗമ്മ്, റെസിന്, ടാനിന്, ടർപ്പിന്, എസെൻഷ്യൽ ഓയിൽസ്, വാക്സ്, ആൽക്കലോയിഡ്, മാലൈറ്റ്, ഓക്സലേറ്റ് ക്രിസ്റ്റൽ എക്സെട്ര. ഇതിൻ്റെയൊക്കെ സസ്പെൻഷനോ എമൽഷനോ ആയിരിക്കും നമ്മുടെ ലാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. അത് എന്തിൻ്റെ ഒന്നെങ്കിൽ ഒരു എമൽഷനോ അല്ലെങ്കിൽ സസ്പെൻഷനോ ആയിരിക്കും. ആരുടെയൊക്കെ? പ്രോട്ടീൻ്റെയും ഷുഗറിൻ്റെയും എൻസൈമിൻ്റെയും ഗമ്മിൻ്റെയും ആൽക്കലോയിഡിൻ്റെയും ടർപ്പിൻസിൻ്റെയും ഒക്കെ ഒരു എമൽഷൻ അല്ലെങ്കിൽ സസ്പെൻഷനാണ് ഈ ഒരു ലാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാക്ടസ് സെക്രീറ്റിംഗ് ആയിട്ടുള്ള ടിഷ്യൂവിനെയാണ് നമ്മൾ ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയാം. അതിൻ്റെ ലാക്ടസ് സെക്രീറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് സ്പെഷ്യൽ കൈൻഡ് ലിവിങ് സെൽസ് ഉണ്ടാവും. ഓക്കെ, ലാക്ടസ് എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? മിൽക്കി വൈറ്റ് ആയിരിക്കും. പൊതുവെ മിൽക്കി വൈറ്റ് കളറിലായിരിക്കും പൊതുവെ ലാക്ടസ് ഉണ്ടാവുക. എന്നാൽ ചില പ്ലാന്റ്സിൽ അത് യെല്ലോ കളറാണ്. അതായത് നമ്മുടെ പെപ്പാവറേസിയ ഫാമിലിയിൽ എന്താണ്? ഉമ്മം, അതിൻ്റെ ഫാമിലിയിൽ യെല്ലോ കളറായിട്ടാണ് എന്ത് കാണുന്നത്? ലാക്ടസ് കാണുന്നത്. പിന്നെ ചിലതിൽ റെഡിഷ് അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കും, മൊറേസിയയിൽ. പിന്നെ ചില ലാക്ടസിന് എക്കണോമിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെന്താണ് ഈ ലാക്ടക്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഹേവിയ ബ്രസീലിയൻസ്, നമ്മുടെ റബ്ബർ പ്ലാന്റിൽ ഹേവിയ ബ്രസീലിയൻസ്, പിന്നെ ഫൈക്കസ് എലാസ്റ്റിക്ക, നമ്മുടെ ആല്. ഓക്കെ, അപ്പോൾ ഈ ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ സെൽസിൻ്റെ ഫ്യൂഷൻ വഴി വെസൽസ് ഫോം ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സീനോസൈറ്റിക് ആയിട്ടുള്ള സെൽസിൻ്റെ ബ്രാഞ്ചിങ്ങും ഇലോങ്ങേഷനും വഴി ഫോം ചെയ്തതായിരിക്കും. 2 തരത്തിലായിരിക്കും ഫോം ചെയ്യുക. ഒന്നെങ്കിൽ സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് വെസൽ ഫോം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സീനോസൈറ്റിക് ആയിട്ടുള്ള സെൽസിൻ്റെ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ നടന്നിട്ടാണ് ബ്രാഞ്ചിങ്ങും ഇലോങ്ങേഷനും ഒക്കെ നടന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് 2 ടൈപ്പ് ലാക്റ്റിഫറസ് ടിഷ്യൂ ഉണ്ട്. അതായത് എങ്ങനെ ഫോം ചെയ്തു എന്നതിനടിസ്ഥാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട് ലാക്റ്റിഫറസ് ടിഷ്യൂ എന്നുള്ളത്. ഒന്ന് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സും ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സും. പൊതുവേ എക്സാമിന് ചോദിക്കുന്നത് എന്താണ് ലാക്റ്റിഫറസ് ടിഷ്യൂ എന്നുള്ളതിന് പുറമേ ആയിട്ട് എന്താണ് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സ്, എന്താണ് ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സ് എന്ന് ചോദിക്കാം. എന്താണ് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ലാക്ടക്സ് സെൽസ് ആണ്. നോൺ ആർട്ടിക്കുലേറ്റ് ലാക്റ്റിഫേഴ്സ് എന്ന് പറഞ്ഞാൽ ലാക്ടക്സ് സെൽസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ആയിരിക്കും, ട്യൂബുലാർ ആയിരിക്കും, അൺബ്രാഞ്ച്ഡ് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ലിവിങ് സെൽസ് ആണ്. ഇത് ബിഗിനിങ്ങിൽ തുടക്കത്തിലൊക്കെ ഇതെന്താണ്? യൂണിന്യൂക്ലിയേറ്റ് ആണ്. അതായത് ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് സൈഫൺ ലൈക്ക് ആയിട്ട് മാറും. ഇത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ സീനോസൈറ്റിക് ആയിട്ട് മാറും പിന്നീട്. അപ്പോൾ അത് തുടക്കത്തിൽ യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കും. പിന്നീട് എന്താണ്? ആ ഒരു ഇലോങ്ങേഷനും കാര്യങ്ങളൊക്കെ നടന്ന ഒരു സൈഫൺ പോലെ മാറിയിട്ട് എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ സീനോസൈറ്റിക് കണ്ടീഷനിലേക്ക് മാറും. ഈ ലാക്ടസ് സെല്ല് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്നാണ്. എംബ്രയോയിലെ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്നാണ് ഈ ലാക്ടസ് സെൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ലാക്ടസ് സെല്ലും ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ ലാക്ടസ് സെൽസിന് സെല്ലുലോസിക് സെൽ വാൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു തിൻ ലൈനിങ് ഉണ്ടായിരിക്കും. എന്തിനു ചുറ്റും? സെൻട്രലായിട്ടുള്ളൊരു വാക്യൂളിന് ചുറ്റും.
അപ്പോൾ ഒരു ഹോൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും, ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു തിൻ ലൈനിങ് ഉണ്ടായിരിക്കും. പിന്നെ പുറത്ത് എന്താണ്, സെൽ വാളും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ലാക്ടസ് സെൽസ് ഇപ്പോൾ 2 ലാക്ടസ് സെൽസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാക്ടസ് സെൽസിൻ്റെ ബ്രാഞ്ചസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അവരെന്താണ്, ഓവർലാപ്പ് ചെയ്യാം. പക്ഷേ എന്താണ്, ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യില്ല. ഇത് തന്നെയാണ് എന്ത്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫോസും ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫോസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്, ഈ നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫോസ് അല്ലെങ്കിൽ ലാക്ടസ് സെൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യില്ല. വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്യാം, പക്ഷേ എന്താണ്, ഒരിക്കലും അവർ ഫ്യൂസ് ചെയ്യില്ല. ഈ ലാക്ടസ് സെൽസ് കാണുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഇതൊന്നും കൂടി പറയാം. ലാക്ടിഫേഴ്സ്, നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാക്ടസ് സെൽസ് എന്ന് പറയുന്നത് പൊതുവെ നല്ല ലോങ് ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആവാം അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ലിവിങ് സെൽസാണ്. ഇത് ബിഗിനിങ്ങിൽ തുടക്കത്തിൽ യൂണിന്യൂക്ലിയേറ്റഡ് ആവും. പിന്നീട് അത് സൈഫൺ ലൈക്ക് ആയിട്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ സീനോസൈറ്റിക് കണ്ടീഷനിലേക്ക് മാറും. ഈ ലാക്ടസ് സെല്ല് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ എംബ്രയോൻ്റെ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്ന് തന്നെയാണ്. അത് സ്പോറോഫൈറ്റിൻ്റെ ഒപ്പം തന്നെ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലാക്ടസ് സെൽസിന് എന്തുണ്ടാവും, ഒരു സെല്ലുലോസ് വാൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഒരു തിന്നായിട്ടുള്ള ഒരു സൈറ്റോപ്ലാസ്മിക് ലൈനിങ് ഉണ്ടായിരിക്കും. എന്തിനു ചുറ്റും, ഒരു സെൻട്രൽ വാക്യൂളിന് ചുറ്റും. ഓക്കെ, ഇനി 2 ലാക്ടസ് സെല്ലുകൾ അല്ലെങ്കിൽ ലാക്ടസ് സെല്ലിൻ്റെ ബ്രാഞ്ചസ് എന്താണ്, ഓവർലാപ്പ് ചെയ്യാം. പക്ഷേ എന്താണ്, ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യില്ല. ഇനി ലാക്ടസ് സെൽസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ലാക്ടസ് സെൽസ് മെയിനായിട്ട് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫാമിലികളാണ് പറയുന്നത്. അപ്പോസൈനേസിയ എന്ന് പറഞ്ഞാൽ അപ്പോസൈനേസിയ ഫാമിലിയിലുള്ള മെമ്പേഴ്സൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള മെമ്പേഴ്സാണ് അപ്പോസൈനേസിയ ഫാമിലിയിലുള്ളത്. അതായത് നമ്മുടെ കോളാമ്പിയില്ലേ, ഒരു മഞ്ഞ കളർ ഫ്ലവർ കാണുന്ന കോളാമ്പി, അതിൻ്റെയൊക്കെ ഫ്ലവറോ അല്ലെങ്കിൽ ലീഫൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ലാക്ടസ് വരുന്നത് കാണാം. അത് ഈ ഒരു നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അസ്ക്ലിപ്പിയാഡേസിയെ, പിന്നെ യൂഫോർബിയേസിയെ, അർട്ടിക്കേസിയെ. യൂഫോർബിയേസിയയിലെ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, യൂഫോർബിയ ഹിർട്ടയൊക്കെ. പിന്നെ ഇതല്ലാതെ യൂഫോർബിയ നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ഇല്ലേ, ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ലീവ്സ് ഉള്ള ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്ന ആ പ്ലാന്റിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിൽ എന്താണ്, ഒരു ലാക്ടസ് അല്ലെങ്കിൽ ഒരു കറ പോലെ വരുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ അസ്ക്ലിപ്പിയാഡേസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസ്റ്റർ അല്ല, കലോട്രോപ്പിസ് ആണ് നമ്മളെ എരിക്ക് അസ്ക്ലിപ്പിയാഡേസി ഫാമിലിയിൽ വരുന്നത്. അതിൻ്റെയും പൂവൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഇങ്ങനെ കറ വരും. ഓക്കെ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്ടിഫേഴ്സിന് എക്സാമ്പിളാണ് എന്ന് കരുതിയിട്ട് അതിലുള്ള എല്ലാ മെമ്പേഴ്സും നോൺ ആർട്ടിക്കുലേറ്റഡ് ആണെന്നല്ല. യൂഫോർബിയേസിയിൽ തന്നെ യൂഫോർബിയ സ്പ്ലെൻഡൻസ്, യൂഫോർബിയ കലോട്രോപ്പീസ്, ഫൈക്കസ് റിലീജിയോസ, അതൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ നീറിയം ഓർഡറും, അതായത് നമ്മുടെ അരളിയൊക്കെ എന്താണ്, ഈ ഒരു നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്ടസ് സെൽസ് ആണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു എന്താണ് ലാക്ടസ് സെൽസിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സൈഫൺ ലൈക്കാണ് അല്ലേ, നമ്മളൊരു മൈസീലിയൊക്കെ പോലെ അങ്ങനെ സൈഫൺ ലൈക്കായിട്ടാണ് എന്ത് കാണുന്നത്, ഈ ഒരു നോൺ ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള ഇത് കാണുന്നത്. എന്താണ് ഇവിടെ, എന്താണ് ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് ഫ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഈ ലാക്ടസ് സെൽസിൻ്റെ പ്രത്യേകത. അതെന്താണ്, സീനോസൈറ്റിക് അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലാക്ടസ് സെൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലാക്ടസ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സ് ഈ പേരാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോൺ ആർട്ടിക്കുലേറ്റഡ് ആൻഡ് ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് കണ്ടത്. ഇനി ലാക്ടസ് വെസലും ലാക്ടസ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമെന്ന് അറിയില്ല, അപ്പോൾ രണ്ടുപേരും പഠിച്ചു വയ്ക്കാം. ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സ് അല്ലെങ്കിൽ ലാക്ടസ് വെസൽ എന്ന് പറയുന്നത് ഫോം ചെയ്തത് ഫ്യൂഷൻ ഓഫ് മെനി സെൽസ് വഴിയാണ്. ഒരുപാട് സെല്ലുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ലാക്ടസ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സ് ഉണ്ടായിട്ടുള്ളത്. ഇത് പൊതുവേ എന്താണ് ബ്രാഞ്ചഡായിട്ടാണ് കാണുന്നത്. നമ്മുടെ നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റിഫേഴ്സുമായിട്ട് എന്താണ് സ്ട്രക്ചറിൽ ഒരുപാട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വെസൽസ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡും ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്
എൻഡ് ടു എൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ, അതായത് ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിലുള്ള വാൾസ് എന്താണ്, ഡിസോൾവ് ആയിട്ടുണ്ടാവും. ഈ ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള ലാക്റ്റിഫോഴ്സ് പൊതുവെ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ സീനോസൈറ്റിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മറ്റേതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആൻഡ് സീനോസൈറ്റിക് തന്നെയാണ്. ഇനി അതിൻ്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ആ ഒരു ഫ്യൂഷൻ കാണാം അല്ലേ, ഈ ഇതും തമ്മിൽ എന്താണ്, ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലേ. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി ഇത് വരുന്ന എക്സാമ്പിൾസ് പറയുന്നത് ഒന്ന് ആർഗിമോൺ, പെപ്പാവർ സോമനിഫറം, ഹേവിയ, മാനിഹോട്ട്. മാനിഹോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടാപ്പിയോക്ക ഇല്ലേ, ടാപ്പിയോക്കയൊക്കെ ഇതിലാണ് വരുന്നത്, ആർട്ടിക്കുലേറ്റ് ലാക്റ്റിഫേഴ്സിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷനാണ് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ ഓരോ പ്ലാന്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ ഇത് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലതിൽ ഫുഡ് റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില പ്ലാന്റ്സിൽ, അതായത് നമ്മുടെ ഇപ്പോൾ ചില പ്ലാന്റുകൾ നമുക്കറിയാം, പ്ലാന്റ്സിനെ എന്ത് ഗ്രേസ് ചെയ്യും, ആനിമൽസ് ഗ്രേസ് ചെയ്യും അല്ലേ. അതിൽ നിന്ന് പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്ലാന്റ്സിൽ കാണുന്നത്. പിന്നെ അതുപോലെ എന്താണ്, കൊമേഴ്ഷ്യൽ റബ്ബർ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് എന്ത്, ആർട്ടിക്കുലേറ്റഡ് ആൻഡ് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിഫേഴ്സ്. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ പേര് ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കുലേറ്റഡ് ആകുമ്പോൾ ഫ്യൂസ്ഡ് ആണ്. നോൺ ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരിക്കലും അവർ ഫ്യൂസ് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്താലും ഒരിക്കലും ഫ്യൂസ് ചെയ്തില്ല. അതാണ് നോൺ ആർട്ടിക്കുലേറ്റഡ്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത്, നമ്മുടെ ലാക്റ്റിഫറസ് ടിഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എഴുതുക, 2 മാർക്കിനാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.